ചില സുഹൃത്തുക്കളൊക്കെ വാട്സപ്പിൽ വലിയ വോയിസുകളൊക്കെ അയക്കാറുണ്ട്. 5 മിനിറ്റ് 6 മിനിറ്റ് ചിലപ്പോൾ 10 മിനിറ്റ് വോയിസൊക്കെ നെക്കിപ്പിടിച്ച് അങ്ങനെ വിടും. അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു വോയിസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വോയിസുകൾ അയക്കുക. അപ്പോൾ നമുക്കത് അത്തരം ആളുകളുടെ വോയിസ് നമ്മൾ കേൾക്കുകയും വേണം, പക്ഷെ കേൾക്കാൻ ഒട്ടും താല്പര്യവുമില്ല. കാരണം നമ്മൾ തിരക്കിലോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വോയിസ് പെട്ടെന്ന് എങ്ങനെ കേട്ട് തീർക്കാവുന്നതാണ്. അപ്പോൾ വലിയ വോയിസുകളൊക്കെ വാട്സപ്പ് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കേട്ട് തീർക്കാൻ സാധിക്കും. 10 മിനിറ്റിന്റെ വോയിസ് നമുക്ക് വേണമെങ്കിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ കേട്ട് തീർക്കാൻ സാധിക്കും. ഒരു 5 മിനിറ്റിന്റെ വോയിസ് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് കേട്ട് തീർക്കാനൊക്കെ സാധിക്കും. അപ്പോൾ വലിയ വോയിസ് അയക്കുന്ന സുഹൃത്തുക്കളുടെ വോയിസുകൾ നമുക്ക് കേൾക്കാൻ വളരെ ഈസി ആയിട്ട് ചെറിയ വോയിസ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്ന ടിപ്സ് അത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ചെറിയൊരു ആപ്ലിക്കേഷനാണ്, ചെറിയ MB ഉള്ള ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലേ നിങ്ങൾക്ക് വാട്സപ്പിൽ വലിയ വോയിസുകൾ എങ്ങനെ ഷോർട്ട് വോയിസുകളായിട്ട് നമുക്ക് കേട്ട് തീർക്കാമെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് ഒന്നും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന വലിയ വോയിസുകൾ എന്ത് ചെയ്യുക, നമ്മൾ ആ വോയിസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചില ആളുകൾക്ക് ഇതുപോലെ ഒരു ചിഹ്നമാരി കാണാൻ സാധിക്കുക. ചില വാട്സപ്പിൽ വലതുഭാഗത്ത് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും X0.75 X1.00 എന്നുള്ള ഒരുപാട് വോയിസിന്റെ സ്പീഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് വോയിസ് കേൾക്കണമെങ്കിൽ ഈ ഒരു X2.00 എന്നുള്ള ലാസ്റ്റിലുള്ള ആ പോയിന്റിൽ നിങ്ങൾ ടച്ച് ചെയ്യുക. ഏകദേശം വാട്സപ്പിൽ വോയിസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഒരു 3 മിനിറ്റിൻ്റെ വോയിസ് ആണിത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റിൽ നിങ്ങൾക്ക് കേട്ട് തീർക്കാവുന്നതാണ്. അപ്പോൾ ചുരുങ്ങിയത് 5 മിനിറ്റിൻ്റെ വോയിസ് ആണ്, നിങ്ങൾക്ക് 2 മിനിറ്റോട് തീർത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോയിസിന് സ്പീഡ് കൂടുകയും മാത്രമല്ല നിങ്ങൾക്ക് ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം അത്രയൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1.50 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ വോയിസുകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും എന്നാൽ വളരെ പെട്ടെന്ന് കേട്ട് തീർക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടി നൽകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് വേണമെങ്കിൽ വോയിസ് പ്ലേ ചെയ്ത് കേൾക്കാം. അവർ അയക്കുന്ന വോയിസുകൾ നമുക്ക് വളരെ സ്ലോ ആയിട്ടും കേൾക്കാൻ സാധിക്കും. ഇവിടെ അവസാന ഭാഗത്ത് കാണുന്ന X0.75 എന്നുള്ളത് പോയിന്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ചില ആളുകളൊക്കെ ചില വോയിസുകളൊക്കെ അയക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരോട് വളരെ ഫാസ്റ്റായിട്ടൊക്കെ അവർ വോയിസ് അയച്ചിരിക്കുക. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഏറ്റവും സ്ലോയിൽ നമുക്ക് വോയിസ് കേൾക്കുന്ന ആ പോയിന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വോയിസ് കേട്ടാൽ അവർ പറയുന്ന കാര്യം വളരെ സ്ലോ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവരെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കിത് ജസ്റ്റ് ആ ഒരു വോയിസ് കേട്ടതിന് ശേഷം വാട്സപ്പിൻ്റെ ഏതെങ്കിലും പുറം ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നമ്മുടെ സ്ക്രീനിൽ നിന്ന് പോവുകയും ചെയ്യും. അതായത് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കാതെ വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വോയിസുകൾ പൂർത്തിയായിട്ട് വളരെ ഫാസ്റ്റായിട്ടും വളരെ സ്ലോ ആയിട്ടും കേട്ട് തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ നോക്കുക. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ ടാൽക്ക് ഫാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാൽക്ക് ഫാസ്റ്റർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ തന്നെ ടാൽക്ക് ഫാസ്റ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ 4.8 റേറ്റിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വലിയ വോയിസുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് കേട്ട് തീർക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.